ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയുടെ കടുത്ത നടപടി. തുർക്കി കമ്പനിക്ക് ആയിരക്കണക്കിന് കോടിയുടെ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുകൊണ്ട് ഇന്ത്യ തുർക്കി ബന്ധത്തിൽ നടത്തിയ സംഘർഷത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയുടെ നടപടിയെ തുടർന്നുകൊണ്ടാകട്ടെ ടർക്കിഷ് വ്യോമയാന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ചെലേബിക് ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം $50 കോടി നഷ്ടമുണ്ടാക്കിയതായി തന്നെ കമ്പനി നേതൃത്വം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ രൂപത്തിൽ കണക്കാക്കിയാൽ തന്നെ, അതായത് ഇന്ത്യയുടെ രൂപയിലേക്ക് കണക്കാക്കിയാൽ ഏകദേശം 4800 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി നേരിട്ടിരിക്കുന്നത്. കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ആഘാതമാണിതെന്നതാണ് കമ്പനി മേധാവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഒരു അതായത് ഇത്തരത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ശക്തമായ സൈനിക നടപടിയായിരുന്നു. എന്നാൽ ഈ നടപടിയെ അവിടുത്തെ തുർക്കിയാകട്ടെ ഇത്തരത്തിൽ ഈ ഒരു നടപടിയെ തുർക്കി പരസ്യമായി തന്നെ വിമർശിക്കുകയും പാകിസ്ഥാനോട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇന്ത്യ ആകട്ടെ ടർക്കിഷ് കമ്പനികൾക്കെതിരായ പ്രതിഷേധം ശക്തമാക്കുകയും വിവിധ മേഖലകളിൽ ടർക്കിഷ് കമ്പനികളെ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഉയരുകയുമാണ് ചെയ്തത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആകട്ടെ ചില നിർണായക നടപടികളും സ്വീകരിച്ചു. അതിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെ നിരവധി വിമാനത്താവളങ്ങളിൽ വർഷങ്ങളായി തന്നെ സേവനം നൽകിയിരുന്ന ചെലബിയുടെ തന്നെ സുരക്ഷാ ക്ലിയറൻസ് ബ്യൂറോ അതായത് ക്ലിയറൻസ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി അഥവാ BCAS അടിയന്തരമായി തന്നെ പിൻവലിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. 1.5 പതിറ്റാണ്ടിലേറെയായി തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ചെലബി ആകട്ടെ വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കാർഗോ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ സുരക്ഷാ അനുമതി റദ്ദാക്കിയതോടുകൂടി തന്നെ കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും അന്താരാഷ്ട്ര നിക്ഷേപകരുടെ വിശ്വാസത്തെ പോലും ബാധിക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കെതിരെ തന്നെ നിലപാട് സ്വീകരിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്കും രാജ്യങ്ങൾക്കും ശക്തമായ സന്ദേശമാണ് എന്നതാണ് വിലയിരുത്തൽ. സാമ്പത്തിക മേഖലയിലും നയതന്ത്ര രംഗത്തും ഇന്ത്യയുടെ തീരുമാനങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു എന്നതാണ് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രത്യാഘാതങ്ങൾ യുദ്ധവിമാനത്തിൽ അതിൽ മാത്രം ഒതുങ്ങിയതല്ല, ആഗോള സാമ്പത്തിക വാണിജ്യ രംഗത്തും പ്രതിഫലിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായാണ് ഇപ്പോൾ ഈ ഒരു ചെലേബിയുടെ തന്നെ നഷ്ടം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 17 വർഷം കൊണ്ട് ഇന്ത്യയിൽ കെട്ടിപ്പടുത്ത ബിസിനസ്സുകളാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായതെന്നതായിരുന്നു ഇവിടെ ഇതിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇവിടെ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലെല്ലാം തന്നെ 9 പ്രമുഖ വിമാനത്താവളങ്ങളിൽ ചെലബിയുടെ സേവനം ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷം ശരാശരി 58,000 വിമാനങ്ങളാണ് കമ്പനി ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാരിന്റെ നടപടി വലിയൊരു നോവാണ് കമ്പനിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 10,000 ജീവനക്കാരെ ഒറ്റ ദിവസം കൊണ്ട് അവർ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നു. 40 മുതൽ 50 കോടി ഡോളർ ഉണ്ടായിരുന്ന കമ്പനി മൂല്യം ഒറ്റ ദിവസം കൊണ്ട് വെറും 0 എന്നും ജനറൽ ഇതിലെ അധികൃതർ വ്യക്തമാക്കുന്നു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് തുർക്കി ഡ്രോണുകൾ നൽകിയതായാണ് കേന്ദ്ര സർക്കാരിനെ കൂടുതലായി തന്നെ ചൊറിപ്പിച്ചിരിക്കുന്നത്. ടർക്കിഷ് സർക്കാരുമായി തന്നെ കമ്പനിക്ക് ഒരു ബന്ധവുമില്ല എന്നും അന്ന് ചെലബി വാദിച്ചെങ്കിൽ പോലും രാജ്യസുരക്ഷ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം അവിടെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് പിന്നീട് ഉണ്ടായത്. അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതേ തുടർന്ന് കൊണ്ട് തന്നെ ചെലബിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുകയും അവർക്ക് വലിയ രീതിയിൽ രാജ്യസുരക്ഷയുമായി തന്നെ ബന്ധപ്പെടുന്ന കാര്യമായതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മാറ്റണമെന്ന ഒരു രീതിയിലേക്ക് പിന്നെ നിലപാട് സ്വീകരിക്കേണ്ടി വരികയായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.